ബലം കൊടുത്തതിന് കത്തും. ആ എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷം? കയ്യിലെ സാധനം ഊരിയ കയ്യിലുള്ള സാധനം ഊരിയ കയ്യിലുള്ള ഡ്രേക്കിനെ നിൽക്കുന്ന ഹോക്കി ഡ്രേക്കിനെ നിൽക്കുന്ന ഹോക്കി ഇത്ര നേരം നീ നേരത്തെ നമ്മള് നിന്നെ ഒരു ഓസ്റ്റായിട്ട് എടുത്തിട്ട് വന്നില്ലേ? ബാനു എന്ന് പറഞ്ഞ പേര് പറഞ്ഞു. ഇത് ശിഖണ്ഡി ബാനു അല്ലേ ഇത്? നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞേ. അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. എന്ത് പറ്റി കിട്ടിയില്ലേ? എന്ത് പറ്റി എനിക്ക്? എന്തോ അങ്ങനെയാ? രണ്ടുപേരാണോ എല്ലാ രണ്ടെണ്ണോ? എങ്ങനെയാ അതിന്റെ അതെങ്ങനെയാ കണക്കെങ്ങനെയാ? അങ്ങനെയാണോ? അങ്ങനെയാണോ? എല്ലാ രണ്ടെണ്ണം വെച്ചാണോ പേര്? രണ്ട് സ്വഭാവം അമ്പിയാണോ? കുറച്ചും വെറുതെ അത് സാരി എവിടെയായിരുന്നു ഇത്ര നേരം? സാരി എടുത്തുന്നപ്പോ ഒരാള് അവനെ കണ്ടറിഞ്ഞൂടാ. അവനെ കണ്ടറിഞ്ഞോ? നെല്ലിക്കട കാലിന്റെ ഇടയിലെ സാമാനത്തിന് രൂപം വിരിക്കാൻ പോയവൻ മനസ്സിലായില്ലേ? കണ്ടറിയാം നെല്ലിക്കട സാമാനത്തിന് പകരം കേട്ടില്ല കേക്കില്ല. നെല്ലിക്കട നിൽക്കരുതാ. എന്താടാ കഷ്ടപ്പെടണ്ട. ബാത്റൂം വഴിയുള്ള വേമ്പ താഴ്ത്തിക്ക് ഇവിടുന്ന് വേണ്ടല്ലേ? എഴഞ്ഞോ കിടന്നെഴഞ്ഞോ ഞങ്ങള് പറയും നീ ചെയ്താ മതി. അതിന്റെ പഠിപ്പിച്ചു തരാനൊന്നും പറ്റില്ല. നീ ചെയ്തിട്ട് പോയാൽ പഠിപ്പിച്ചു തരാതെ ഞങ്ങൾ നീ സ്കൂളിക്കല്ല വന്നിട്ട് ഹോസ്റ്റലായിട്ട് വന്നത് മനസ്സിലായി. പറഞ്ഞെടുക്കണ്ട. അവൻ ചെയ്യട്ടെ. നീ കുഞ്ഞിട്ട് വന്ന പോയാൽ റേഡിയോയിൽ ആക്ച്വലി ഒരു ഡെഫൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ 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 സോറി ഞാൻ ചുമ്മാ മോശമാണ്. അല്ല മറ്റേ അവര് കണക്ട് ചെയ്യാൻ പറഞ്ഞില്ലേ? എടാ അവര് കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? 59 58 കണക്ട് ചെയ്തേ. 59 കണക്ട് ചെയ്ത് പറയാൻ പറഞ്ഞു. ആ പക്ഷെ എനിക്ക് സിറ്റുവേഷൻ അറിഞ്ഞൂടാ. ഒരാളെ കേറ് ഞാൻ വരാം. ടൈം ഒന്നും കേറത്തില്ല. ഇപ്പൊ തരാം. ഓ ഇപ്പഴേ തന്നു കഴിഞ്ഞാൽ അപ്പൊ എത്ര സമയം ലാഭിക്കാലോ. അവന്റെ എടങ്ങൾ കേറിണ്ടോ റേഡിയോയില്? ഉച്ചക്കൊക്കെ ഞാൻ ഇല്ലായിരുന്നു. എന്താണിത്? എന്താണ് പ്രശ്നം? പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഗ്യാങ് മെമ്പർ ആയിട്ടുള്ള ഒരു പ്രശ്നം. സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷൻ വൈകുന്നേരം ഒരു സംഭവം ഉണ്ടായി. സീക്രട്ട് ആണ്, അതങ്ങനെ പുറത്തു പറയാൻ പറ്റില്ല. അതാണ് സിറ്റുവേഷൻ. പേഴ്സണൽ സമയം പോണ സമയം സമയം പൊക്കൊണ്ടിരിക്കണ സമയം പെട്ടെന്ന് നമ്മളിങ്ങനെ നിനക്ക് അറിയണ കാണിച്ചരാ. ഇനി നീ നിനക്ക് പറയും നീ എഴഞ്ഞിട്ടേ പോകത്തുള്ളൂ. മറ്റേ പറഞ്ഞെടുത്തോ, മറ്റേ കാര്യമായിട്ട് പറഞ്ഞെടുത്തോ. ഏത് ഗീയ പറഞ്ഞോ? അല്ല ഗീയല്ല, അവൻ അറിയാന്നില്ല. എഴി ഞങ്ങൾ പറയുന്നത് നീ ആയിരിക്കും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്.
കാര്യത്തില് നമ്മള് പറയാം നിന്നോട് ആ കാര്യത്തില് നീ എവിടെ റെഫർ ചെയ്തോ? F4 ക്രൗള് അടിച്ചു. അതൊന്നല്ല റൈറ്റ് കൺട്രോൾ Right അല്ല, അത് വെറൈറ്റി ക്രൗളാണ്. സ്പെല്ലിംഗ് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. വിദ്യാഭ്യാസത്തില്ലേ അതാണ്. അയ്യോ VNV ഐ ആം ബാക്ക്. KV ക്രിസ്റ്റി ആരായിട്ട് സിറ്റുവേഷൻ ഹോസ്റ്റേജ് പേടിയൊന്നുമില്ല. നിനക്ക് പേടിയില്ല, നിനക്ക് ഫിയർ ഇല്ലേ? എന്നിട്ട് ചെയ്യാൻ വയ്യേ? നിനക്ക് വയ്യേ? ഫ്രണ്ടിൽ കൂടെ നടന്ന മേലെ മുന്നിൽ ഇറക്കട്ടെ. എനിക്ക് ഇവനല്ലേ വേണ്ട, എനിക്ക് മറ്റോനെ വേണ്ട. ആ അടിച്ചിട്ട് ഓൺ ദ സ്പോട്ട് F8 അടിച്ചു പോയ ഒരു കൊച്ചു ചെറുക്കണ്ടല്ലോ, എന്താ ഉപ്പിലിട്ട നെല്ലിക്ക. അടാ ഇവനെ കൊണ്ട് ഇവിടെ ഒരു കട എടുപ്പിച്ചല്ല, ഉപ്പിലിട്ട കട. എന്നിട്ട് ഇവനെ കൊണ്ട് നെല്ലിക്ക ഒപ്പിക്കാം അവിടെ. നല്ലൊരു ഇതാണ്, നല്ലൊരു ടാസ്ക് ആണ്. അൺലിമിറ്റഡ് നീര്. നമുക്ക് ഗ്യാങ്സിന്റെ അകത്ത് മാത്രമേ ഹോസ്റ്റേജ് ഇതാക്കാൻ പറ്റുള്ളൂ. നമുക്ക് മുറിക്ക് റിപ്പയറിലോട്ടിട്ട് ഇതേപോലെ ഇവനെ ഏൽപ്പിച്ചാലോ? വേറെ ഡൗട്ട് ചോദിച്ചോട്ടോ. ഹലോ, ബാനു 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 സുബാനു. കൊച്ചിയിലെ ഞാനട്ടെ ഇവന് ഗ്യാങ്സ് ഇട്ട് മുറിക്കിലോണ്ടിട്ട് പറ്റൂല. അതെന്താ എന്ത് മനസ്സിലായില്ല. പക്കോടാന്ന് പറഞ്ഞു. മറ്റേ ഹോസ്റ്റേജിനെ പുറത്ത് വെച്ച് ചെയ്യാൻ പറ്റൂല, പുതിയ എന്തോ റൂളുണ്ട്. ആൾക്കാരെ നമുക്ക് മുമ്പോട്ട് ചെയ്താലോ? അതൊരു ഓപ്ഷനാണ്. ഗ്യാങ്സിന് മുമ്പിൽ ഷോ നിറയാണ്ടെന്ന് പമ്പിൽ കൊണ്ടുപോകാൻ പറ്റും. അതാ പറഞ്ഞ അങ്ങനത്തെ ഏരിയാസിൽ സിറ്റിസൺസ് ഇൻവോൾവ് ആവുന്ന ഏരിയാസിൽ കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഗ്യാങ്സിന്റെ ഫ്രണ്ടിൽ ഇതാക്കാൻ പറ്റും റോട്ടില്. ഗ്യാങ്സിന്റെ ഗ്യാങ്സ് അല്ലേ? അതിൽ ആള് കൂട്ടിക്കോളാം നമ്മള്. അപ്പൊ ഗ്യാങ് ഡ്രസ് ഇട്ടിട്ട് ഗ്യാങ് ഡ്രസ് ഇടിപ്പിച്ച് ഫ്രണ്ടിൽ കൊണ്ട് എഴുതിപ്പിക്കാം. പുതിയ റൂൾ, ന്യൂ റൂൾ ക്രിയേറ്റഡ്. മിസ്റ്റർ റിഹാൻ തേനിലിട്ടായിക്കോട്ടെ മേലെ. സിറ്റിസൺ ഡ്രസ്സാ ഇടിപ്പിക്കാന്ന് പാടില്ലെന്നല്ലേ പറഞ്ഞേ? അല്ലല്ലേ, ഡ്രസ് ബാഗ് ഉണ്ടാവൂല കയ്യില്. ഞാൻ പറഞ്ഞില്ല. ഞാൻ കളിച്ചില്ല. ഞാൻ കളിച്ചിട്ടില്ല. അങ്ങോട്ട് ഏത് ഇടേണ്ടത്? സെയിന്റ് ഓൾഡ് ഗെയിം മെമ്പർ ആണ്. ആക്റ്റീവ് ആയിരുന്നു. നെല്ലിക്ക 5 രൂപ, മുളകിലിട്ട നെല്ലിക്ക 10 രൂപ. ഉപ്പിലിട്ട എന്റെ അണ്ടി മര്യാദക്ക് പറഞ്ഞല്ലേ. ഇനി കംബാക്ക് ആണോ? മനസ്സിലായോ? ഉപ്പിലിട്ട നെല്ല് 5 രൂപ, മുളകിട്ട നെല്ല് 5 രൂപ. റോള് ഇതൊക്കെയാണോ? മറ്റേത് പുറത്ത് ഇതായിരുന്നു. എടാ റോള് കിട്ടിയായിരുന്നോന്ന്. ഓ അതാ ലിയോയും രണ്ടുപേരും ഒരുമിച്ചല്ല കമ്പാക്ക്. എടാ ലിയോ ഇതാരാണ്? ഇതാരാണ്? കൊന്ന പിന്നെ മറ്റേ നെല്ലിക്കാൻ പോലും ഇങ്ങോട്ട് വരത്തില്ല. അത് മനസ്സിലായി. അവനെ
ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഫിയറിന് ഇൻഡെഫിനിറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. എടാ ഫിയർ ഇല്ലെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇവനിവിടെ കിടന്ന് എഴുന്നോണ്ടിരിക്കും. മനസ്സിലായോ? ലിയോ ഇവനൊന്ന് പറയത്തേ മുണ്ടുന്നുണ്ടോ കേക്കുന്നില്ലോ അവനെ അവനറിയാത്ത പോലെ നിക്കുന്നത്. എന്നാലും ഞങ്ങൾക്ക് ഇവനെ മനസ്സിലായില്ല എന്ന് പറഞ്ഞ മോശമായി പോയി. ഞാൻ പറയുന്നുണ്ട് പേര് പറ, എന്താ പേര് പറ, ടൈപ്പ് ചെയ്തിട്ട് പറ. ഇതാരാണ്? എടാ ഇതാരാണ്? അതാണ് ചോദ്യം. രണ്ടുപേര് ഈ റേഡിയോ ഇല്ല മോയിലെ. ഇപ്പൊ മൈക്ക് ഷോ ഒന്നുമില്ലല്ലോ. ശരിയായോ? കൊച്ചിനെ ഒരുമാതിരി ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. സമയം കിട്ടും നമുക്ക്. മര്യാദക്ക് പറയുന്നവര് ഇങ്ങനെ കേട്ട് നടന്നോണ്ടി. നീ പറയുന്നവരെങ്ങനെ പോവില്ല, നീ മര്യാദക്ക് പോകത്തില്ല. ഇനി പറഞ്ഞു കൊടുക്കണ്ട. ഞങ്ങള് പറയുന്ന പോലെ കറക്റ്റ് പറയുന്നവരെ നീ പോണ്ടി വരും. 5 രൂപയല്ല 10 രൂപ. 10 രൂപ. ഉപ്പിലിട്ടത് 10, നെല്ലിക്ക 10 രൂപ. ഉപ്പിലിട്ടത് 5. കറക്റ്റ് പറഞ്ഞ പറഞ്ഞു കൊടുക്കണ്ട. അതുവരെ ഇവിടെ കഴിയും. മര്യാദക്ക് പറയുന്നവരെ കഴിയും. 10 രൂപ. ഉപ്പിലിട്ട നെല്ലിക്ക 5 രൂപ. മുളകിലിട്ട നെല്ലിക്ക 10 രൂപ. ഉപ്പിലിട്ട നെല്ലിക്ക 5 രൂപ. മുളകിലിട്ട നെല്ലിക്ക 10 രൂപ. ചാറ്റ് ഹോസ്റ്റേജ് ആണോ? ഹോസ്റ്റേജ് ആണ്. മുളകിലിട്ടത് ഹോസ്റ്റേജ് ആണ്. ഹോസ്റ്റേജ് ആണ്. ഉപ്പിലിട്ട നെല്ലിക്ക 5 രൂപ. കുറച്ചിട്ട് പറയാന്ന് പറയാല്ലേ. ഇല്ല പറഞ്ഞ ഒരു മതിയില്ല. കുഴപ്പമില്ല. നെല്ലിക്ക 10 രൂപ. അല്ല ഉപ്പിലിട്ട നെല്ലിക്ക എത്ര? 5 രൂപ. ഉപ്പിലിട്ട നെല്ലിക്ക 5 രൂപ. മുളകിലിട്ടത് 10 രൂപ. നെല്ലിക്ക 5 രൂപ. അവിടെയാണോ പോലും? എല്ലാരും ഡ്രസ് എടാ എന്റെ ബാഗ് അടിച്ചു മാറ്റി ഇവന്മാര്, കള്ളന്മാര്. ഞാൻ ഡ്രസ് പറയുമ്പോ ഇത് അടിച്ചു മാറ്റി. ലോക്ക് മാറ്റി കൊടുത്തവന്മാർക്ക് ഞാൻ വേറെ ഡ്രസ് ഇടാൻ വേണ്ടി ലോക്ക് മാറ്റി കൊടുത്തതാ. ഇവരൊക്കെ നമ്മള് പറഞ്ഞില്ലേ സുധീരെയും മറ്റേ നെല്ലിക്കനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണോന്ന്. 2 അടി സിറ്റി ഇറങ്ങി. പയ്യന്മാര് ഇറങ്ങി. നെല്ലിക്ക 10 രൂപ. അല്ല 5 രൂപ. മുളകിലിട്ട 10 രൂപ. ഉപ്പിലിട്ട നെല്ലിക്ക 5 രൂപ. മുളകിലിട്ട നെല്ലിക്ക 10 രൂപ. നേരെ റോഡിലോട്ട്. ഇങ്ങോട്ട് കഴിയാ. ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട്. റോഡിലോട്ട് കഴിഞ്ഞോ. ഞാൻ വന്ന എന്താ സെറ്റ് ആയതോ? കൂട്ടുകാരാ UKV ഹോസ്റ്റേജ്. എല്ലാം ഹോസ്റ്റേജ് കളികളല്ലോ. TG ഒക്കെ ഹോസ്റ്റേജ്, UK ഹോസ്റ്റേജ്, VNV ഹോസ്റ്റേജ്. പേര് മാറ്റിയില്ലേ? ഇതിന്റെ അകത്ത് നിന്റെ ഗ്യാങ്ങിന്റെ ഡ്രസ് ഉണ്ട്. BNB അതിന്റെ ഡെഡിക്കേഷൻ കാണാം. ഫുൾ ഇടണേ. മഞ്ഞ ജഡ്ഡി മാർക്കറ്റ്. മഞ്ഞ കളറൊക്കെ ഒരു പ്രശ്നമാണല്ലോ. ഇപ്പൊ സുന്ദരനായി. ഇറങ്ങിട്ടേ ഉള്ളൂ. ഇപ്പോഴാണ് നീ മുതുക്കനായ. നമസ്കാർ അനൂപ് കാസ്ട്രോ ജയർ. കുറുപ്പിടമി ഹോസ്റ്റേജിന് ഏറ്റവും കൂടുതൽ ഹോസ്റ്റേജ് എടുത്ത ഗ്യാങ്ങാവോ MRT? കുറുപ്പിടമിന് എത്ര തൊട്ടാ ഹോസ്റ്റേജ് ആവുന്നത്? എവിടെ ഇട്ടോ? 5 രൂപ. ഉപ്പിലിട്ട് നെല്ലിക്കല്ലേ? അങ്ങനല്ലേ പറഞ്ഞ ഫ്രണ്ട്ലി പോലെ ആയിരുന്നില്ല എന്തായിരുന്നത്? ഒരു അടിയായോ? കേക്കുന്നില്ല. അവനോട് ചോദിച്ചു. അപ്പം പറഞ്ഞ് അല്ലല്ല ഓളിയും കൂട്ടി എന്റെ വായിലങ്ങ് ഇരിക്കൂല. അങ്ങല്ല കൂട്ടിക്കങ്ങ്. അല്ലാതെ വായ
അയ്യോ എന്റെ ബാഗിനകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു പണ്ടെന്ന് മടക്കി വെച്ചത്. ഇവനൊരു ഇതില്ല എന്നിട്ട് പറഞ്ഞിട്ട് കേൾക്കാതെ ബാക്കി നമുക്ക് പിന്നെ കൊടുത്തോളാം. അത് വേറെ ഉപ്പിലിട്ട നെല്ലിക്ക 5 രൂപ, മുളകിലിട്ടത് മുളകിലിട്ട നെല്ലിക്ക നിന്റെ ലീഡർ ആരാടാ VNV-യുടെ? എന്താ പറയുക കേട്ടില്ല. ഞാൻ ഇപ്പൊ ചോദിക്കാൻ വരുമായിരുന്നു. അത് 2 എണ്ണം ഉണ്ടോ അതോ ബ്രോന്റെ പേരുവല് 2 എണ്ണം ഉണ്ടോ അതോ പറഞ്ഞോളൂ. എന്തെങ്കിലും കാര്യമുണ്ടോ പുള്ളിനെ കൊണ്ട്? ജൂണ് അല്ല ജൂണ് സിറ്റിയിലുണ്ടോ? അത് നോക്കി നോക്ക്. നോക്കി നോക്ക്. നീ കേറോ? നീ കേറ്. ഒന്നും സംസാരിക്കണ്ട, നോക്കിട്ട് അതായി ഇറങ്ങിക്കോ. നേരത്തെ ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിട്ടില്ല. ഇല്ലല്ലേ. ലീഡർ സിറ്റിയിലൊന്നും വരാറില്ലേ? അതും നീയൊക്കെ ഇതിന്റെ ഉള്ളിലാറിട്ട് നിങ്ങളെ ഒരാള് ഹോസ്റ്റേജ് ആയിട്ട് പോലും ഇതേപോലെ നിങ്ങളെ ഗാങ് മെമ്പേഴ്സ് ഇതേപോലെ ഒന്നും വരാറില്ലേ? എന്നിട്ട് എവിടെ സിറ്റി കാണാനല്ലോ? അപ്പൊ സ്ഥിരം പരിപാടിയാണ് ഹോസ്റ്റേജ് ആവില്ല. വരാറുണ്ട്. ഞാൻ സിറ്റിയിൽ വരാറുണ്ടോ? നമുക്കറിയില്ല. എനിക്കറിയില്ല. പിന്നെ ആർക്കും ഞങ്ങൾക്കാണ് അറിയാം. ഞങ്ങളുടെ ലീഡറാണ്. എടാ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വള്ളിയാരാ VNV-യില്? വള്ളിയാ അതൊരാളുടെ പേര് പറയണം. പറഞ്ഞേ പറ്റൂ. എന്റെ പേരെന്താ? സുനി. നീ വള്ളിയാണോ? നീ വള്ളി എടുക്കലൊക്കെ ഉണ്ടോ? നമുക്ക് കുറച്ചേരം ഇവനോട് സംസാരിച്ചിരുന്നാലോ? ബ്രോ വള്ളി എടുക്കുമ്പോ ഞാൻ ഇതുപോലെ 2 1v2 പോലെ എടുക്കും. 2 1v2 ഉണ്ടല്ലോ ഈ അടിപുറത്തേക്കൊന്നും തന്നെ മാസം. ഒരു മിനിറ്റ് നീ ഒറ്റ മിനിറ്റ് ഇന്നത്തെ മാതിരി തന്നെ ആയിരുന്നു 1v2 മറ്റേ വണ്ടി ഇടിച്ച് നിലത്തിട്ട് പേര് മാറി പറഞ്ഞു. അതന്നെ ഇത് ഞാനിവിടെ ചുമ്മാ എനിക്ക് അറിഞ്ഞു ഞാൻ VNV-യുടെ ഗ്യാങ് ഹൗസ് മല നിൽക്കാം. പെട്ടെന്ന് എനിക്കൊരു വണ്ടി എന്റെ മുമ്പിൽ വന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞുപോയി. അപ്പൊ എനിക്ക് സസ്റ്റഡ് ഞാൻ പുറകെ പോയി. അപ്പൊ പെട്ടെന്ന് ഞാൻ ഹലോ വെച്ചപ്പോ കേൾക്കുന്നില്ല ബ്രോ, കേൾക്കുന്നില്ല നാച്ചുറലായിട്ടെ. മനസ്സിലായി അവനെ തൂക്കാൻ വന്നതാന്ന്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോ ഞാൻ റേഡിയോ കോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോ ബ്രോ പറ ഞാൻ പേര് വെച്ചപ്പോ പെട്ടെന്ന് ഞാൻ സൗണ്ടും ഭാഷയൊക്കെ പറഞ്ഞിട്ട് ബ്രോ എന്റെ പേര് ബാനു. അതെന്താ അറിയോ അൾട്രോണ നീ അതാ ഒരു ശരിയാളിയാ നിന്നെ വണ്ടി ഇടിച്ച് വന്നു. അപ്പം ഒരാൾ പോയി, ഞാൻ ഒറ്റക്ക്. പിന്നെ അവന്മാര് 2 പേര് 1v2 കറക്റ്റാ. രണ്ടുപേരും ഒരാൾ അതും വണ്ടി ഇടിച്ചിട്ട് പിന്നെ ഒരാൾ അടുത്തത് എങ്ങനെ ടീമിനൊക്കെ ഒന്ന് 1v4 പിന്നെ നിങ്ങൾ രണ്ടുപേരല്ലടാ ഒരാൾ അടിച്ചേ. അത് നിലത്തിട്ടിട്ട് വണ്ടി ഇടിച്ച് നിലത്തിട്ട് നിങ്ങൾ രണ്ടുപേരല്ലായിരുന്നു, നമ്മളല്ല ഒറ്റക്ക്. പിന്നെ ഒരാളെ ഇന്നൊരാളെ നാളെ അടിച്ചാൽ അത് 1v2 ആവത്തില്ല കേട്ടാ. അങ്ങനെ ഞങ്ങള് കൊറേ വണ്ടിയൊക്കെ അടിച്ചിട്ട് അല്ല നമ്മളൊക്കെ ഒരാളെ ഇതേപോലെ വന്നിട്ട് പേരെന്താ വെച്ചാല് നമ്മൾ ഇതേപോലെ പേര് മാറ്റിട്ട് 2 പേര് പറയാറില്ല. നമുക്ക് ഗ്യാങ്ങിന് അതിനുള്ള ഒരു ഉറപ്പെങ്കിലും കാണിക്കാം. എന്നിട്ട് പറയാൻ അവന്റെ പേരാ പറഞ്ഞത്. അല്ല അവന്റെ പേരാ പറഞ്ഞത്. പക്ഷെ തൂലികാനാമെന്നുള്ളൂ രാത്രി സാരി എനിക്കൊക്കെ അല്ലല്ല എന്നോടൊക്കെ വെച്ച് ഞാൻ പേരങ്ങ് പറയാം. കാരണം എനിക്കൊക്കെ ഒറ്റ തന്തേ ഉള്ളൂ. മനസ്സിലായോ? എനിക്കൊക്കെ ഒറ്റ തന്തേ ഉള്ളൂ. മനസ്സിലായോ? എന്നാലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് സ്വന്തം പേര് പറയാൻ ഉറപ്പുണ്ടായിരുന്നില്ല. നീ ഇപ്പൊ ഇത് എന്താ അർത്ഥത്തില് 1v2 പറഞ്ഞ അതെനിക്ക് മനസ്സിലാവാത്തെ. നീ എന്ന് പറയട്ടെ ഒരു വാറോ പ്രിവാറോ ജയം തോൽവൊക്കെ മിനിമം സ്വന്തം പേര് പറയാനുള്ള ഒരു ഉറപ്പ്. അത്
പേര് പറഞ്ഞില്ലല്ലോ എന്താ കൊച്ചുവിനെ 1v2 അടിച്ചു എന്ന് പറഞ്ഞില്ല അവൻ. കെവിനെ 1v2 അടിച്ചു പറഞ്ഞ എവിടെ എത്തിയവൻ നോക്കിയാ ഷെഡ് ഇട്ട് മനസ്സിലായി 1v2 എന്തെങ്കിലും പുതിയ ഗ്യാങ് ഡ്രസ് ഇറക്കുമ്പോഴേ 1v2 KV എന്ന് പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ. അതല്ല മെൻഷൻ ചെയ്യണം നീ 1v2 മനസ്സിലായി കെവിനെ 1v2 അടിച്ച ഗ്യാങ് KVനെ 1v2 എടുത്തു എന്ന് പറഞ്ഞ VNV അതാണ് ന്യൂ അച്ചീവ്മെന്റ് അൺലോക്ക്ഡ് അതാണ് നിനക്ക് ന്യൂ അച്ചീവ്മെന്റ് മനസ്സിലായി നിന്റെ പുതിയ അച്ചീവ്മെന്റ് ആണ് അത്. ഞാനൊരു കാര്യം പറയട്ടെ എല്ലാം നമ്മുടെ അണ്ണന്മാര് കേൾക്കുന്നുണ്ട് നമ്മള് കേൾക്കുന്നുണ്ട് ഗാങ് ചാറ്റില് കുറച്ച് സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഇങ്ങനെ പൊട്ടനാണോ അതാ നിങ്ങൾ കേൾക്കാത്തത്? ആണോ ആ എന്നാ നീ കേക്കണ്ട നീ എന്നെ നേരങ്ങിക്കോ നീ നേരത്തെ പോലെ നേരങ്ങിക്കോ നീ നേരങ്ങിക്കോ കാണുന്നോ എന്തിനാണ് എക്സ്പീരിയൻസ് ഇല്ലാത്ത മറ്റേ സാരിത്ത് പോകാനാണോ എന്തിനാണോ എനിക്ക് ഇല്ലാത്തതിന്റെ കേക്കട്ടെ കാലിലട കേറിയപ്പോൾ ഭാനുമതി നിരങ്ങടി ഭാനുമതി നിരങ്ങടി ഓക്കെ ഭാനുമതി അല്ല സുനി അത് എന്റെ ബാഗിലിരുന്ന നാട്ടില് ഉണ്ടെങ്കിലല്ലേ നീ ചുണ്ണിയാണ് ചേട്ടാ ചുണ്ണി പറഞ്ഞപ്പോ ഒരു എക്സിനോക്സ് പറഞ്ഞ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ പട്ട സിറ്റിയില് വെള്ളയൊക്കെ അടിച്ച് ചുടി പറഞ്ഞേ എടാ ചുടി എവിടെ പറഞ്ഞല്ലേ ബാനുവാണോ സുനിയാണോ? ബാനു അല്ല ഭാനുമതി എടാ അവൻ പറയട്ടെ എഴഞ്ഞോണ്ട് പറഞ്ഞാ മതി. അൻസറിനെയാണ് കേട്ടോ ഞാൻ തന്നെ. നമസ്കാരം എന്താ ബ്രോ സംസാരിക്കണം നമ്മള് പറഞ്ഞെല്ലാം ചെയ്യുമെന്ന് നീ ആ വിളിച്ചത് നമ്മള് പറഞ്ഞെല്ലാം ചെയ്യോടാ നീ നമ്മള് പറഞ്ഞെല്ലാം ചെയ്യോ നീ അന്ന് എൻഗേജ്മെന്റ് ഓ ശരി വിളിച്ചാൽ മതി സെറ്റാക്കാം. നമ്മള് പറഞ്ഞെല്ലാം ചെയ്യോ കൊണ്ടുപോയോ? ഹലോ കൊണ്ടുപോയി. എന്തൊരു വിധി ഇത്, എന്തൊരു ചതി ഇത്, എന്തൊരു വിധി ഇത് ദൈവമേ. അട്ടപ്പാടി എക്സിനോസ് അല്ലേ? ഇവന് ചെവി കേൾക്കില്ലെന്ന് തോന്നാലോ. സൗണ്ട് പോയോ? വാട്ട്സ് കുക്കിംഗ്? ഇടവേള വിടുന്നതാണ്. ഇവന്റെ അവസ്ഥ എടാ ഇത് എത്ര ടൈമായിടാ? ഹോസ്റ്റലിന്റെ ടൈമിങ് നോക്കേ. കൊന്ന് കത്തിച്ചിട്ടല്ലോ അവരെ വിളിപ്പിക്കണ്ടേ? വേണമെന്നില്ല കത്തിച്ചു വിട്ട് കഴിഞ്ഞാൽ ബാക്കി അവരൊക്കെ ചെയ്തോളൂ. ആണോ കൊന്നവാണെങ്കിൽ അവിടെ ഇവിടെ തന്നെ കൊല്ലാല്ലേ? ജീവനോ